അപ്പൊ സുഹൃത്തുക്കളെ, നോമ്പ് ഒന്ന് പുരോഗമിക്കുകയാണ്. ഏകദേശം അസർ ബാങ്ക് കൊടുക്കാൻ സമയമായി. അപ്പൊ നമ്മളെ കൂടെ നോമ്പിന് നമ്മുടെ പ്രമുഖ വ്യക്തിത്വം നൂറ അവർകൾ നമ്മളെ കൂടെ വന്ന് ചേർന്നിരിക്കുന്നു. അപ്പൊ നൂറ അവർകൾക്ക് നമ്മൾ ഫസ്റ്റ് നോമ്പിന് സ്പെഷ്യൽ സമ്മാനമായി കൊടുക്കുന്നത് വെച്ചാൽ നമ്മളെ സൺറൂഫ് തുറന്നു കൊടുക്കുകയാണ് നമ്മൾ നൂറക്ക് കാണാൻ, എൻജോയ് ചെയ്യാൻ. വാവ്, അമേസിങ് 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 എന്ന് പറഞ്ഞ അമേസിങ്. ഇപ്പൊ തുറന്നേ ചന്ദ്രന്റെ തലമണ്ണൊക്കെ അടിച്ചണ വരെ സൂര്യാബേൽക്കും വെയിലും കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മളെ ഈ ഒരു വണ്ടി. ഒടുക്കത്തെ ലൈറ്റ് ആണ്. വാവ്, അതാ അതാ അടക്ക് ഇവിടക്കല്ല, ഇവിടെ സ്കൂൾ പടിയാണ്. ഇത് കഴിഞ്ഞിട്ട് നിൽക്കാം. അപ്പൊ നമ്മള് കൂറ്റമ്പാറ സ്കൂൾ പടിയിലൂടെ നമ്മൾ ഇവിടെ കടന്നു പോവുകയാണ്. എന്നാ കേറിന്നോ അടക്ക് ഉസ്മാക്ക. സോഷ്യൽ ആൻസൈറ്റി ആണ് എനിക്ക്. നമ്മൾ നാട്ടുകാരുടെ നമ്മൾ നായിയാവണം എന്നുള്ളൊരു ചിന്ത വരരുത്. ഇനി കയറിന്നോ. ഇതാ കൂറാവർകൾ കാറിന് പുറത്ത് ഏറി നിന്നുകൊണ്ട് കൂറ്റമ്പാറയിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നൂറ കാട്ടുപറമ്പ് സ്കൂളിൽ നിന്നുകൊണ്ട് 5ാം ക്ലാസ് വിദ്യാർത്ഥി നൂറ ഒന്ന് ടാറ്റ എടുക്കലായിരിക്കും രാഷ്ട്രീയക്കാരെ പോലെ. കൂറ്റമ്പാറ നാടിന്റെ പൊന്നോമന പുത്രി നൂറ നാട്ടിലെ എല്ലാവർക്കും അഭിവാദ്യം ചെയ്തു. ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വരെയുള്ള എല്ലാ പുൽമേടുകൾക്കും പച്ചപ്പുല്ലുകൾക്കും ഉണക്കപ്പുല്ലുകൾക്കും ടാറ്റ കൊടുത്തുകൊണ്ട് നൂറ ഇതാ കടന്നു വരുന്നു സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് നമ്മള് ഉണ്ടാക്കാൻ പോണത് വിഭവം എന്ന് പറഞ്ഞാല് വളരെ സ്വീറ്റ് ആൻഡ് ഫണ്ടാസ്റ്റിക് വിഭവങ്ങളായ, അതായത് പുരാതന കാലം മുതലേ ആഫ്രിക്കൻ കാടുകളിൽ ഇവർ ഉണ്ടാക്കി തെളിച്ച, ഇപ്പോൾ വളരെ റീസെൻ്റ്ലി മാത്രമായിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ഒരു തെന്നിന്ത്യൻ പച്ചേഷ്യൻ വിഭവമായിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എന്താണ് നൂറ നമ്മൾ ഉണ്ടാക്കാൻ പോണത്? ആഫ്രിക്കൻ വിഭവങ്ങൾ. എനിക്കറിയുന്ന 2 വിഭവങ്ങൾ പറയൂ. നോമ്പറവിക്കോ? ആഫ്രിക്കക്കാർ എല്ലിനെ ചുടലാ നോമ്പറവിക്ക്. കൊരങ്ങന്റെ തല നമ്മൾ ചുടാൻ പോവാണെന്ന്. കൊരങ്ങൻ തല ചുട്ട ഫ്രൈ. എന്നിട്ട് അതിമത്തെ ഇറച്ചി മാത്രം ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ നല്ല മണസും കൂട്ടി അങ്ങനെ തിന്നുകൊടുക്കണം. അച്ചുട്ടൻ സ്കൂൾ പഠിച്ചത്. അല്ല, ബിജുവേട്ടൻ ആരാ? ബിജുവേട്ടൻ എന്താ പറ്റി? കൈ ഇതായി നിൽക്കണ്. എവിടെ കപ്പ കിട്ടുക? കപ്പ നമ്മൾ ഈ ഒരു വ്ളോഗ് തിരുവനന്തപുരക്കാരോ ആ തെന്നിന്ത്യൻ ഭാഗക്കാരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മളെ നാട്ടില് പൂള എന്ന് പറഞ്ഞാലും കപ്പയാണ്, കപ്പ എന്ന് പറഞ്ഞാലും പൂളയാണ് കേട്ടോ. അതായത് കപ്പ പുഴുക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. എന്താ ഉണ്ടാക്കാൻ പോണത്? കപ്പ പുഴുക്കല്ല ഇന്ന് ഉണ്ടാക്കാൻ പോണത്. എന്താ പൊടി കിട്ടിയത് പറയൂ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അഡർ ഐറ്റമാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറവിക്കുണ്ടാക്കാൻ പോകുന്നത്. ആഫ്രിക്കൻ ഫൂഫു ഫിഷ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് തുപ്പിന് അരച്ചെടുത്ത് കേട്ടോ. ഫൂഫു അത് എന്റെ വരി ഉണ്ടാക്കി അങ്ങനെ നല്ലത്. അത് വേണ്ട പോലെ വാറ്റി കുറുക്കിയാൽ നല്ല ടേസ്റ്റ് ആണത്. വേണ്ട പോലെ വാറ്റി കുറുക്കിയാൽ ഇത്രത്തോളം ടേസ്റ്റ് ഉള്ള ഒരു വിഭവം നമ്മുടെ നാട്ടിൽ എവിടെയും തന്നെ കിട്ടാൻ പോണില്ല. പ്രത്യേകിച്ച് മസാലകളും കൂട്ടുകളും കാര്യങ്ങളൊന്നും അതിലില്ല. പക്ഷെ എന്നാലും ആ ഒരു വിഭവത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലല്ലോ ഒരു 1.5 ടേസ്റ്റാണ് കുട്ടാ അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഫൂഫു. അപ്പൊ ഇന്ന് തിന്നാം. നമ്മള് നോമ്പ് തുറവിക്ക് ആദ്യമായി ഫൂഫ് ഉണ്ടാക്കിയ ലോകത്തിലെ ആദ്യത്തെ വീടാണ് ലോകത്തിലെ ആദ്യത്തെ വീട്. ലോകത്തിലെ ആദ്യമായി നോമ്പ് തുറവിക്ക് ഫൂഫ് ഉണ്ടാക്കിയ വീടാണ് നമ്മളെ വീട് കേട്ടോ. അപ്പൊ ഇന്ന് ഫൂഫ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇമ്മച്ചിന്റെ അടുത്താണ് 200 രൂപ വാങ്ങി കേട്ടോ. ഒരു 200 രൂപ തരി പൂള വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇമ്മച്ചി പറഞ്ഞു, പൊന്നാര ഹനാനെ ഒന്ന് അടങ്ങിയിരിക്ക്, ഒന്നും ഉണ്ടാക്കണ്ട, എന്നാ അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഇന്റേതായ ഒരു തനത് സ്പെഷ്യാലിറ്റി ഡിഷ് ഇതിൽ മിക്സിങ് വന്നിട്ടില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യൂല, അന്നത്തെ നോമ്പിനൊരു പരിസമാപ്തി കുറിക്കാൻ ഇന്ന് പറ്റൂല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം നമ്മുടെ പ്രിയപ്പെട്ട യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള നല്ല വിഭവസമൃദ്ധമായ ഒരു ഫൂഫു ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൺസ് അഗൈൻ നമ്മൾ രാവിലത്തെ പെൽച്ച വ്ളോഗ് ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് 2.5 ലക്ഷം വ്യൂസ് കഴിഞ്ഞ് 3 ലക്ഷം വ്യൂസിലേക്ക് കുതിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഗായ്സ്. ബിക്കോസ് ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും ദിവസം വ്ളോഗ് ചെയ്യാതിരുന്നപ്പോൾ സാധാരണ യൂട്യൂബേഴ്സൊക്കെ യൂട്യൂബിൽ നിന്ന് മാറി നിന്നാൽ പിന്നെ അങ്ങനെ പരിപാടി കാണാൻ ആർക്കും അങ്ങനെ വലിയ ലൈക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ചാനൽ കഴിഞ്ഞൊരു മാസം പ്രവർത്തനരഹിതമായതിൻ്റെ റീസൺ എന്താ വെച്ചാൽ എനിക്ക് പരിപാടികൾ ഉണ്ടായിരുന്നു. 28-ാം തീയതി വരെ എനിക്ക് പ്രോഗ്രാംസ്
ബുക്ക്ഡായി കിടക്കുന്നു. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാനൊരു വ്ളോഗറോ ഒരു യൂട്യൂബ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറല്ല. ഞാൻ എൻ്റെ നേരം പോക്കിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു സംഭവം. 4 ആൾക്ക് നമ്മളെ കൊണ്ടൊരു ഉപകാരം ചിർച്ചാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിർച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? വ്ളോഗ്. ഫ്രൂട്ട്സും കടയിലുണ്ടാവോ പൂള? പൂള ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ? ഫ്രൂട്ട്. പൂള ഫ്രൂട്ടോ? പൂള വെജിറ്റബിൾ ആണ്. തക്കാളി ഫ്രൂട്ടും വെജിറ്റബിളും ആണ്. പൂള എന്ന് പറഞ്ഞാൽ തക്കാളി ഫ്രൂട്ടാണ് വെജിറ്റബിൾ ആണോ? നിങ്ങൾ എല്ലാവരും കമന്റ് പറയാം. പൂള അതായത് കപ്പ മീൻസ് ടാപ്പിയോക്ക, മരച്ചീനി എന്ന് പറയുന്ന വിഭവം വെജിറ്റബിൾ ആണോ അതുപോലെ ഫ്രൂട്ട് ആണോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എത്ര ബുദ്ധി ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് നോക്കട്ടെ. വണ്ടി ഇന്ന് കൈകൾ നടക്കലുണ്ടാവും തോന്നുന്നില്ല. അപ്പം എന്തായാലും നമ്മൾ കപ്പ വാങ്ങാൻ കടന്നു ചെല്ലുകയാണ്. നൂറ, ഇന്നത്തെ വിഭവത്തിനെ കുറിച്ച് എന്താണ് നൂറിന്റെ പ്രതീക്ഷകൾ? അനുക്കാക്കാന്റെ മുമ്പത്തെ വിഭവങ്ങൾ കഴിച്ചു നോക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. എന്താ വാവ്, നമ്മളെ നാടിന്റെ വിഷ്വൽ ബ്യൂട്ടി കാണാൻ കണ്ടോട്ടോ. നമ്മളെ നാട്ടിൽ റോട്ടിലിറങ്ങിയ മലയാ. റോട്ടിലിറങ്ങിയാൽ മലനിരകൾ ഇങ്ങനെ ആകാശം മുട്ടി നിൽക്കണ കാഴ്ചകൾ കാണാൻ നമ്മളെ നാട്ടിലേക്ക് വരിക. ഇന്നെന്താ ഹർത്താല? നോമ്പ് ഹർത്താൽ. ആദ്യത്തെ നോമ്പ് എല്ലാവർക്കും വളരെ മനോഹരമായി ഏറ്റു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളും റോട്ടും പക്കത്തും റോഡ് സൈഡിലുമില്ല. അനധികൃതമായ നോമ്പ് തുറവികളില്ല, പുതിയ ഷോപ്പുകൾ. അപ്പൊ നമ്മൾ എണ്ണക്കടികള് ഞാൻ ഈ നോമ്പിന് കഴിക്കണില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചൊരു സാധനമാണ്. ഞാൻ കഴിക്കണ എയർ ഫ്രൈ ചെയ്തിട്ട് കഴിക്കും. അത് അതിലേറെ കേടാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും ആരൊന്ന് കമന്റ് ഇട്ടിട്ട് അത് അതിലേറെ കേടാണ് മുത്തേന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല, എന്തായാലും എണ്ണല്ലാത്ത ഭക്ഷണം കഴിക്കാം. അതായത് സ്മോക്ക് ഫ്രൈ. നൂറ ഒന്ന് അവിടെ നമുക്ക് അങ്ങാടി പോയോക്കാം. അപ്പൊ നമ്മൾ പൂക്കോട്ടുംപാടം അങ്ങാടിയില് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ഇതിന്റെ പൂളയുടെ വിശേഷങ്ങളും കാര്യങ്ങളും, നമ്മൾ എത്ര പൂളയാണ് വാങ്ങുന്ന കാര്യങ്ങൾ, എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ള വിവരങ്ങൾ കൂടുതലും കാണാം. സ്റ്റേ ട്യൂൺഡ്. അപ്പൊ സുഹൃത്തുക്കളെ, നിർഭാഗ്യാവസ്ഥയുടെ അങ്ങേയറ്റം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നത്. പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ സകല പലചരക്ക് പീടിയിലും ഞാനും ഞൂറിയും കയറി ഇറങ്ങി. ഒരു സ്ഥലത്തൊന്നും പൂളല്ല. കരുളായിൽ പൂക്കോട്ടുംപാടത്ത് അവിടെ ഗുഡ്സിൽ പൂള വെക്കണ കാക്കാൻ്റെ അടുത്തുനിന്ന് പൂളല്ല, അവിടെ സൈഡിൽ പൂള വെക്കണ കാക്കാൻ്റെ അടുത്ത് പൂളല്ല. കരുളായി ഞാൻ വന്ന് ഇവിടെ ഈ മലബാറിൻ്റെ അപ്പുറത്ത് പൂള വെക്കണ ആളുടെ അടുത്തുനിന്ന് പൂളല്ല. ഇവിടെ നോക്കി ഇവിടെയും പൂളല്ല, എല്ലായിടത്തും കയറി. പിന്നെ ലാസ്റ്റ് ഇവിടുത്തോല് പറഞ്ഞ പാലങ്കര ബീഫ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. ആ ബീഫിൻ്റെ അവിടെ പൂള വെക്കലുണ്ട്. അവിടെ ചെന്ന് നോക്കി അവിടെ നിന്ന് പൂളല്ല. ഒരു 10 ഷോപ്പ് നമ്മൾ ചോദിച്ച് ഒരു സ്ഥലത്തും ഇന്ന് പൂളല്ല എന്ന് വിചാരിച്ച് നമുക്കിത് നമ്മളെ ചെയ്ത് ദൗത്യം തുടങ്ങാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച സാധനം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഞാൻ റീല് കണ്ട് നമുക്ക് ക്രേവിങ്സ് വന്നിട്ടാണ് നമ്മൾ ആഫ്രിക്ക ഫുഫുവിലേക്ക് വന്ന് ചേർന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആഫ്രിക്കക്കാർ പോലും കണ്ടാൽ തരിച്ചു പോകുന്ന മധുരക്കിഴങ്ങ് ഫുഫു. കാരണം നമുക്ക് പൂള കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഫുഫുമാണ്. എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ലോകത്തിൽ ആദ്യമായിട്ട് മധുരക്കിഴങ്ങ് കൊണ്ട് ഫുഫു ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മളാവും. സ്വീറ്റ് പൊട്ടറ്റോ ഫുഫു എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണത്? പറയുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കിപ്പോഴേ പറയുള്ളത് കോപ്പിറൈറ്റ് ഉള്ള ഡിഷാണ്. ഇത് ഞങ്ങളെ മാത്രം ഡിഷാണ്. ഇത് കണ്ട് ഷെഫ് പിള്ള അതുപോലെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ 5 സ്റ്റാർ ഹോട്ടൽസ് ഒന്നും ഇത് എടുക്കാൻ പാടില്ല. കാരണം ഇത് പേറ്റൻറ്റ് നമ്മൾ ഇന്ന് എടുക്കും. ഈ ഡിഷിന് പേറ്റൻറ്റ് എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷാവും. കാരണം നമ്മൾ ലോകത്തിൽ ആരും ചെയ്യാത്ത ഡിഷായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പീടിയിൽ കുറച്ച് മധുരക്കിഴങ്ങ് വിൽക്കാൻ വെച്ചിട്ട് നമുക്ക് അവിടെ മധുരക്കിഴങ്ങ് പോയി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിലേക്ക് ഒഴിച്ചു വേണം. ബാക്കിയാണ് ഇന്ന് തിന്നാൻ അവിടെ ഉണ്ടാവണം കേട്ടോ. ഇവിടെ തൊള്ളടാൻ മാത്രം ഉണ്ടായ പോരാ, അവിടെ തിന്നാനും വേണം. എന്നാ ഇറങ്ങല്ലേ? അങ്ങനെ മിന്നാനെ ആരെയാക്കൂല. എല്ലാവർക്കും ഒരു കിഴങ്ങ് ഒരു കോരി മധുരക്കിഴങ്ങ് ഫുഫു കഴിക്കാതെ ആരും ഒന്നാമത്തെ നോമ്പ് മുറിക്കൂല. ഓക്കെ അങ്ങോട്ട് പോയേക്കാം. തന്നാളി. എന്താ സുഖം? എന്താ വർത്താനം? ഡബിള് എങ്ങനെ 50 റുപ്യ കിട്ടാളി എന്ന് എന്നാ നിങ്ങള് ഉറക്കം നീപ്പിച്ചാ? എന്നാ വന്നി നിങ്ങള്?
കൊറേ ഓടല്ലടാ ഉറക്കത്ത് എത്ര ആൾക്കാർ നീപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മൾ മധുരക്കിഴങ്ങ് വാങ്ങിയിരിക്കുകയാണ്. മധുരക്കിഴങ്ങ് എങ്ങനെ വെക്കാം? നമ്മൾ എങ്ങനെ വെക്കാം? ചട്ടിയിലിട്ടാണോ പൊരിച്ചല? ശരി കേട്ടോ, കാണാം. വാ മനൂറ. അപ്പം സുഹൃത്തുക്കളെ നമ്മൾ എന്തേ നാടൻ ബത്തക്ക അതിനെത്ര രൂപ? ഫ്രീ ആയിട്ടോ? കുട്ടികളൊക്കെ എന്റെ ആരാധകരാണോ? താങ്ക് യു. അപ്പോൾ കേരളയിലെ നമ്മളെ ഇവിടുത്തെ വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് ഈ വരുന്നിടത്തുള്ള വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് നമുക്ക് നാടൻ ബത്തക്ക, എന്താ നമ്മളെ പീടിയുടെ പേര്? TPS നമുക്ക് നാടൻ ബത്തക്ക ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നോമ്പുകൾക്കുള്ള ബത്തക്കയുമായി. താങ്ക് യു. എന്നാ കാണാം, അത് വരണ്ടിട്ടാ. ബൈ ബൈ. ബ്ലോഗിലുണ്ടാവും കേട്ടോ, കണ്ടോണ്ടി. ഓക്കെ. അപ്പൊ ബത്തക്ക നമുക്ക് ഗിവ് അവേ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇല്ല അല്ലാ കേറി കുടിച്ച വുമൻസിനൊന്നും നോക്കാൻ പാടില്ല. നോമ്പ് നോക്കിയിട്ടില്ലല്ലോ. ഞാൻ തല താത്തിയേക്കാ, ദൃശ്യം ദിനത്തേക്ക് പതിപ്പിച്ചേക്കാ ഞാൻ. നൂറ, അപ്പൊ നമുക്ക് വേണ്ട മധുരക്കിഴങ്ങ് വാങ്ങി നമ്മൾ വീട്ടിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇമ്മച്ചി ആര് ഞെട്ടിയിട്ടില്ലല്ലോ, ഈ ഡിഷ് കൊണ്ട് ഞെട്ടാൻ പോണത് എന്റെ ഇമ്മച്ചിയാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളും ദൃശ്യങ്ങളും കാണാം. കാണണം കാണിക്കും. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണോ? ആഫ്രിക്കൻ ഫൂഫു. എന്താ ഉണ്ടാക്കാൻ പോണേ? ആഫ്രിക്കൻ ഫൂഫു നമ്മൾ ഉണ്ടാക്കുക. അതായത് ആഫ്രിക്കക്കാർ മാത്രം കഴിച്ചിരുന്ന ഡിഷാണ്. അപ്പൊ ഇത് ശരിക്കും ഉണ്ടാക്കുക പൂള വെച്ചിട്ടാണ്. കപ്പ മണിക്കൂറുകളോളം വാറ്റിയാണ് ഇത് ഉണ്ടാക്കല്. അപ്പൊ ഞാനാണ് ഇന്ന് മണിക്കൂറോളം വാറ്റുന്നത്, ടെൻഷൻ ആവണ്ട. അപ്പം ഞാൻ കരളായി, പൂക്കോട്ടുംപാടം, പാലങ്കര എല്ലായിടത്തും പൂളൊക്കെ അന്വേഷിച്ചു വന്നപ്പോ ഞായറാഴ്ച പൂള ഉണ്ടാവില്ലല്ലോ. എനിക്കറിയില്ല, എന്നോട് അറിയേ. പലവക ഉണ്ട്, കൊണ്ടേക്കോ. ഞാൻ പലവക എന്താ അപ്പത്ത് കൂട്ടിയ പലവക അപ്പം മിക്സ് ചെയ്യേ. എന്നിട്ട് ഓരോ പലവക, ഞാൻ പറഞ്ഞ പലവക വേണ്ട പൂളണ്ടേ തരാണ്. അപ്പൊ ലാസ്റ്റ് നമ്മൾ ആഫ്രിക്കൻ ഫൂഫ് ഉണ്ടാക്കാൻ പോണത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ്. മധുരക്കിഴങ്ങ് നമ്മള് ലൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മള് ബോയിൽ ചെയ്യാണ്. ഓയിലിട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് ഇത് സ്മാഷ് ചെയ്യും. നല്ല ഇടിച്ച് പൊടിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ വയറ്റുക. അങ്ങനെ ലാസ്റ്റ് ഇതൊരു തളർപ്പല്ലി ഇത് തുടങ്ങട്ടെ, ഒരു ഉണ്ട പോലെ ആവും. ആ ഉണ്ടയാണ് നമ്മൾ പച്ചക്കറി ഈ ചിക്കൻ കറിക്ക് കൂട്ടി ഇങ്ങനെ കഴിക്കേണ്ടത്. ആഫ്രിക്കക്കാരെ കാര്യം ഓൾക്ക് ഭയങ്കര ഉറപ്പല്ലേ, അതിന്റെ റീസൺ ഇതാണ്. നമുക്ക് ആ ഉറപ്പിട്ടാനാണ്. അപ്പൊ എന്തായാലും നമ്മള് മധുരക്കിഴങ്ങ് അവിടെ നൂറാ ഇടുക്ക് വണ്ടിയിലുണ്ടേ. നൂറനെ കണ്ടപ്പം ബത്തക്ക പീടിന്ന് ഒരു ബത്തക്ക ഫ്രീ എന്ന അയാള് ഇത് കൊണ്ടേക്ക് പറഞ്ഞു. നാടൻ ബത്തക്കാരനോ ഓൾക്കുന്നെന്ന്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്ടോ. നമ്മളെ എന്താണ് നിക്കണ്ട, നിങ്ങൾ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നിന്നോളി. എന്നാ നമ്മൾ ഉണ്ടാക്കണതിന്റെ പേരൊന്നും കൂടി, ആഫ്രിക്കൻ ഫൂഫു. അപ്പൊ ആഫ്രിക്കൻ ഫൂഫു ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ കുറച്ചാണ്ട് കൊടുത്തേക്കണോ? വേണ്ടല്ലേ, ആരംഭത്തിൽ അപമാനം. വലൂലു ദംദംദമനി വശക്ഷുഗൻ തപ്തബനി തപ്തബിദപ് തപ്തബിദപ്. പുള തൊലിച്ചാനോ? ചക്കരക്കിഴങ്ങ് എന്താ ചെയ്യാ, നമുക്ക് ബോയിൽ ചെയ്തിട്ട് സ്മാഷ് ചെയ്യണം. ബോയിൽ ചെയ്തിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഞാന് ചീനച്ചട്ടി പോലത്തെ കണ്ടോളി. പൂളല്ല, ചക്കരക്കിഴങ്ങാണ്. പൂള കിട്ടിയില്ല. ഇത്
ആ ബൂഹു. ഇതെന്താ കാട്ടേണ്ട അറിയോ? ഇതെടുക്കുക, എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യുക, മുറിച്ചിടുക. മുറിച്ചിട്ട് നമ്മൾ നേരെ കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സിയിൽ അടിക്കുക. പച്ചയിലല്ലേ? തൊലി കളയണം. ആ തൊലി കളയണം. ആ പുഴുങ്ങിയിട്ട് വിറ്റാമിൻ ABCD ഒക്കെ കിടക്കുന്നത് തൊലിയിലാണെന്ന് അറിയുന്നത് കേട്ടോ. എന്താ കാട്ടണേ? നമ്മൾ ഉണ്ടാക്കല്ലേ? അപ്പൊ പൂഹു തിന്നണ്ടേ? പൂഹു കുത്തലി. അപ്പൊ നമ്മള് ഇത് നാടൻ ബത്തക്കയാ. ആ മരുന്നടിക്കാത്ത ബത്തക്ക, ഉള്ളി ഷോപ്പ്. മരുന്നടിക്കാത്ത ബത്തക്ക ഉണ്ടത്. ഒരു മുറി ഫുള്ളനെ തരും ഞാൻ. ഇത് എന്റെ ഇപ്പം ഫൂഹ് ഉണ്ടാക്കാൻ കൂടി തരി. ഇതൊരു മുറി എടുത്താ കേട്ടോ. ഫൂഫൂല് നമ്മളിന്ന് പൊളിക്കും കുട്ടിയാക്കാ. എവിടെ കത്തി ഇടാ ചുമതാ? കത്തിയൊക്കെ സ്ഥലം മാറ്റുമോ? നമ്മളെ പേടിച്ചിട്ടാ നോമ്പിന്? അപ്പൊ നിങ്ങൾക്കൊരു മുറി വേണം പറഞ്ഞേ. നീളത്തിലാ? അല്ല മുറിച്ച് ഫ്രിഡ്ജിലൊക്കെ. അപ്പൊ നിങ്ങൾക്ക് തണുത്ത് തിന്നാ. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ മുറിച്ചാൽ നിങ്ങൾക്ക് തണുപ്പിച്ച് തിന്നാലോ? ആ ولول دمدم دمني وشكشك دبتبني تبتبي دب بت 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 بتك بدم. ചെറിയ മുറി ഞമ്മക്കും വലിയ മുറി ഇങ്ങക്കും. അല്ലെ ഓരിയൊക്കെ നരകത്തിൽ നിന്നാ. എനിക്ക് നരകത്തിൽ പോകാൻ പറ്റാ. ഓ ഇതിന്റെ ചുമപ്പോക്കി. ആ ഇത് മുറിച്ചു കൊടുക്കും. നല്ല ചുമപ്പുണ്ട്. അത് അവിടെ പഴുത്തിട്ടില്ല തോന്നുന്നു. മൂപ്പാവണുള്ളൂ. പക്ഷെ നല്ലതാണ്. ആ ഫൂഫു. ഇതാണ് നമ്മളെ നല്ല ബത്തക്ക. നാടൻ ബത്തക്ക വാങ്ങി തിന്നോളി നോമ്പിന്. വിഷടിച്ച ബത്തക്ക തിന്നരുത്. ആ നമ്മള് ഫ്രിഡ്ജിൽ വെക്കാം ബത്തക്ക. വലൂലു ദം ദം ദമനി വശക്ഷകം ദത്തവനി. ആ ഏയ്മേ സംസുകാക്ക വന്നപ്പോ തന്നെ ഒരു പയണ് തിന്നു. അഫീഫിന് തോന്നുന്നു ഇവിടെ രാവിലെ 2 നല്ല പഴുത്ത പയണ്ടനെയാ. ആ അഫീഫ് നല്ല പഴുത്ത 2 പറിച്ച് ഉച്ചക്ക് തിന്നോന്നെ. ഉച്ചക്ക് അഫീഫ് പറയാ എന്താ അറിയില്ല, എനിക്ക് ക്ഷീണമില്ലാറ്. ഞാൻ എൻ്റെ റൂമിൽ എപ്പോൾ ടേസ്റ്റ് ചോദിച്ചു പെൽച്ചക്ക്. ആ പിന്നെ എങ്ങനെയാ എനിക്ക് ക്ഷീണം തട്ടുക? പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ ക്ഷീണം തട്ടുക. അപ്പം തൊട്ട് ടേസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. നിസ്കാരപ്പായൊക്കെ ഉണ്ട് കേട്ടോ. നിസ്കാരമൊക്കെ ഉണ്ട് കറക്റ്റ്. നമ്മൾ ഇഞ്ചി ഇട്ടല്ലോ നൂറധിക്ക്. ഇത് ഇത്രയും ബത്തക്ക ഉണ്ടായിട്ട് നമ്മൾ ഇഞ്ചി ബത്തക്ക വാങ്ങി. അതാണ് മലയാളിൻ്റെ ഒരു ശീലം. ഫ്രീ കിട്ടിയാൽ എന്തായാലും വാങ്ങും. ഷോക്ക് അടിച്ചു. നീ വന്നോ? നല്ലോണം അടിച്ചോ? ജീവൻ പോണാട്ടി അടിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ നമ്മൾ അടുത്ത ഇതിക്കുള്ള ഡിഷാട്ടോ. ഇതൊക്കെ ചക്കര കേക്കല്ല. ഇതാണ് വറുട്ടിപ്പുള്ള. എന്താണ് കൂവേ? കൂവിൻ്റെ ആളോ? ഞാൻ ഉണ്ടാക്കുന്ന സാധനം നല്ല രസമാണ് കഴിക്കാൻ. ആയിക്കോട്ടെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഒരു രസമല്ലാന്നല്ലേ എപ്പൊ തന്നെ. കുരുമുളക് പച്ചക്ക് വിറ്റാലാണോ ഉണക്കി വിറ്റാലാണോ കൂടുതൽ പൈസ കിട്ടാ? ഇത് വിൽപ്പനക്കുള്ളതല്ല. കുരുമുളക് ഗ്രാമിന് വില കൂടി. ആയോ? ഓ ഇത്ര പെട്ടെന്ന് റെഡി ആയോ? ഞാൻ എൻ്റെ ഡ്രീമിൽ കണ്ട അതേ മധുര കഴിഞ്ഞു. നൂറ ആ ലൈറ്റ് ഒന്നിട്ടാ. ഫസ്റ്റത്തെ ലൈറ്റ് ഇവിടെ അല്ല, ഉള്ളിൽ പോയിട്ട്. ഇതെന്താ ഫീഫ് ഉച്ചക്ക് എന്താ സൂപ്പൊന്നും ഉണ്ടാക്കി കുടിച്ചാണോ? ആരും അറിയിക്കാതെ ഇവിടെ ഫുൾ ചിന്തിക്കണം.
ആ ഉപ്പ് കറക്റ്റ്. ഞാൻ എന്റെ ഫോണൊന്നും എടുത്തോണ്ടോ നൂറ മേലെ റൂമിന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിക്കൊന്നും ഇടാനൊന്നുമില്ല. ഇത് ഇങ്ങനെ വയറ്റി എടുക്കണം. ഇത് അതന്നെ ഇതിപ്പോ നമ്മള് കട്ട് കഴിഞ്ഞത് ഇത് പൊളിച്ച് ഇത് വേവായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ തോല് പൊളിച്ചും എന്നിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ അടിക്കും. എന്നിട്ട് ഇത് ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ വയറ്റുക. മധുരക്കിഴങ്ങ് ചിരിച്ച് കളിയാക്കല്ലേ നമ്മളെ. നാളെ തിങ്കളാഴ്ച ഞാനൊരു മിക്സിന് വാങ്ങിയത് വരും. ഇനി അഥവാ മിക്സി കേടായിരിക്കും. എത്ര രൂപ? 12,000 രൂപ. 3,500 രൂപ കിട്ടൂല. നല്ലൊരു അമ്മിക്കുട്ടിയാണ് വാങ്ങാഴ്ച മാത്താ. ഓട്ടോമാറ്റിക് ഇങ്ങനെ അതിമ വെച്ചു കൊടുക്കുക സാധനങ്ങൾ. ഓട്ടോമാറ്റിക് ആണ്, റോബോട്ട് അരക്കും. ولول دم دم دمني وشكشكا تبتبني تبتبي دب تبتبي دب تبتبي دب تبتبني തപ്തബനി ഇരിക്കണ തപ്തബനി ആരാന്ന് കണ്ടോളിട്ടാ. വലൂലു ദം ദം ദമനി ഞാൻ ഇരിക്കണ തപ്തബനി. അന്നത്തെ കൂറ്റമ്പാറയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി ഇമ്മച്ചി. ഞാൻ വന്നു ഇതങ്ങട്ടുണ്ടല്ലോ ഗ്ലോ ഒക്കെ അടിച്ചിട്ട് മൂക്കൊക്കെ ബ്ലഷ് ചെയ്യണം മെച്ചിന്റെ അങ്ങട്ട്. മനോരഞ്ജിനി സുരാങ്കിനി സൂപ്പർ സുഖ സുന്ദരി. ചോര നീര് ഞങ്ങള് ഊറ്റുണ്ടോ ഇപ്പൊ ഇവിടെ? ചോര നീരല്ല ഇവിടെ ഊറ്റണേ. ഇവിടെ ആകെ അക്കൗണ്ടല്ല ഊറ്റണേ. അത് അഫീഫാണ് ഊറ്റണത്. ഞാൻ ഊറ്റല്ല. ഞാൻ ഇവിടുന്ന് പൈസ അങ്ങല്ല. പെരയിന്ന് പൈസ വാങ്ങിയാണ്ട് ഉമ്മച്ചിനെ മുടിപ്പിക്കുന്ന ആൾ അഫീഫ്. മേലോടെ ഗെയിം കളിച്ച് AC ഇട്ടിരിക്കുന്നുണ്ടാവും. ഒന്നും വേണ്ട. ഇത് തനത് ആഫ്രിക്കൻ ഡിഷ് അല്ലേ. ഓല് ഉപ്പ് മുളക് അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. അവിടെ ഉപ്പും മുളകൊന്നും ഇല്ലല്ലോ. ഫുള്ള് മരുഭൂമി അല്ലേ. ഷാൻ പറഞ്ഞ മാതിരി അവിടെ മരുഭൂമി അല്ലേ. അങ്ങനെ പോലെ തിന്ന് പഠിക്കണം. അപ്പോഴേ ആഫ്രിക്കക്കാരൊരു കരുത്ത് കിട്ടുള്ളൂ. എന്താ അപ്പൊ ഈ ആഫ്രിക്കക്കാരുടെ ഡിഷ് ആവുമോ അത് അങ്ങനെ നിന്നാ? എന്നും ഈ മലയാളികളുടെ ഡിഷ് കഴിക്കണമെന്നില്ല അല്ലേ കുട്ടിയൊക്കെ? ഇടക്ക് ഒരു വെറൈറ്റി പിടിക്കണത് നല്ലതാണ്. എന്താ സംശയത്തിന്റെ അഭിപ്രായം? ഇടയ്ക്കൊരു ആഫ്രിക്കൻ ഡിഷ് ട്രൈ ചെയ്യണതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. സംശയമൊക്കെ പോയിന്റ്. നമ്മളങ്ങനെ ഡിഷ് ട്രൈ ചെയ്യണതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ തുറക്കാനുള്ള ഭക്ഷണം വേറെ കാണണം. അത് പോയിട്ടാണ്. വെള്ളം ഫുള്ള് വറ്റിപ്പോണോ? നല്ല ചട്ടി പാത്രം ഒന്നും കൊടുക്കല്ലോ. വേറെ ഏതെങ്കിലും കൊടുക്കുക. ആഫ്രിക്കക്കാര് സെക്കൻഡ് ചട്ടി മാത്രമൊക്കെ തരും. ഇവിടെ നല്ല ഷെഫുമാര് വന്ന് ഉണ്ടാക്കുമ്പോ ഇത് യൂട്യൂബിൽ കാണും. ഇതൊക്കെ നല്ല ഇടുക്കി. ഇത് പുതിയ ചട്ടി കയറി. ഇത് കണ്ടില്ലേ? ഈ യൂട്യൂബിൽ ഇവിടുത്തെ പഴയ ചട്ടിയാവാൻ കാരണം ഞാനിവിടെ അടുക്കളയിൽ വരുമ്പോ അത് നല്ല ചട്ടിയാ. എവിടെ? മൈക്ക് ആശുമത്ത നമ്മള് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് എന്താ ആശുമത്തൊക്കെ പറയാനുള്ളത്? കേരളത്തിൽ നടക്കുന്ന വിഷയം നമുക്ക് അറിയണ്ടേ? നമ്മൾ ഇതിനുള്ളിലല്ല എപ്പോഴും. പത്രം വായിച്ചാൽ കിട്ടൂലേ? ആര് പറഞ്ഞിരുന്നു? ഞാൻ നമ്മുടെ ഒരു വാർത്താ പോഷൻ ഉണ്ടാക്കിയേക്കാം. ഇവിടെ പണ്ടത്തെ റേഡിയോ അല്ലേനോ? ആ റേഡിയോ അല്ലേ നമ്മൾ ഒരുപാട് ന്യൂസുകൾ അറിഞ്ഞിരുന്നു. ഇപ്പൊ റേഡിയോ കംപ്ലൈന്റ് ആയി നന്നാക്കാൻ ആളില്ലാതെ നമ്മൾ ന്യൂസുകൾ അറിയുന്നില്ല.
അല്ലയോ ആ. ഭയങ്കര സംശയം. ഈ ചീനച്ചട്ടിക്ക് എന്താ പേര് വന്ന ചീനച്ചട്ടി? അത് ചൈനക്കാര് കൊടുന്നാണ്. അതുകൊണ്ട് അത് സൗണ്ടോട് ചീന്ന് പറയുന്നതുകൊണ്ടാണ്. സൗണ്ടോട് ചീന്ന് പറയുന്നതുകൊണ്ടാണ് അത് ചൈനച്ചട്ടി. അത് ഒരു വല്ലാത്തൊരു സംശയമാണ്. സൗണ്ട് കൊണ്ട് ചീ എന്ന് പറയുന്നത് കൊണ്ടാണ് ചീനച്ചട്ടിക്ക് ചീന്ന് പേര് വന്നത്. ചൈനക്കാർ കൊണ്ടുവന്നോണം. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? എല്ലാവരും കമന്റിൽ എല്ലാവരും കമന്റിൽ ഇടുക. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നുള്ള കമന്റിൽ ഇടുക. ആൾക്കാർ ഓരോന്നുണ്ടാക്കണീനിപ്പോ ഒരാളെ കുറ്റ എല്ലാ പേരും ആൾക്കാരുണ്ടാക്കാണ്. ഒരു പാട്ടറിഞ്ഞ അങ്ങനെ വെള്ളതറിഞ്ഞ ഒക്കെ അവനാൻ എല്ലാ പേരുകളും നമ്മൾ ഓരോരുത്തർ യൂസ് ചെയ്യാണ്. അല്ല പിന്നെ അപ്പോൾ ഉള്ള സാധനങ്ങൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ റിസോഴ്സസ്. എന്റെ റബ്ബന്റെ എന്തൊക്കെ കൽപ്പന. അപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പേരുകളൊക്കെ ഓരോന്നും ഇട്ടിട്ട് യൂസ് ചെയ്യാന്നാണ് അയച്ചു മൊത്തം. ചട്ടിയോടെ നമുക്ക് മധുരക്കിഴങ്ങ് ചുട്ടാലോ ഗ്രില്ലുമേ. വലൂലു ദം ദം ദമനി വശക്ഷു. ചുടുന്നില്ല. നിങ്ങൾ എങ്ങോട്ടേലും ഒരു സൈഡിലേക്ക് പിടിച്ച്. ഇത് 2-3 വട്ടം ജസ്റ്റ് മിസ്സാ. അപ്പം നമ്മൾ ചട്ടിയും ചട്ടക്കൊക്കെ എടുത്ത് റെഡിയാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ റെഡിയാക്കിയിട്ട് നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ മെയിൻ ഷെഫ് ഉയരങ്ങളിലേക്ക് പറന്നെത്താനുണ്ട്. അസർ നിസ്കാരത്തിന് ദിവസം നമ്മുടെ മെയിൻ ഷെഫ് ഇറങ്ങി വന്നിട്ട് നോമ്പുതുറ വിഭവങ്ങളിൽ ഇടപെടുന്നതാണ്. വല്ലാത്തൊരു ഇടപെടലാവും ആ ഒരു ഇടപെടൽ. അപ്പോൾ ആ ഒരു ഇടപെടലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. യെസ്, ലെറ്റ്സ് ഗോ. ചൂടോടെ പാത്രത്തിൽ നിന്ന് മേശപ്പുറത്തേക്ക് തട്ടിയിട്ട് കറി കൂട്ടി ഇതിനൊരു പാത്രം ഉണ്ട് ഈ താത്താൻ്റെ അടുത്തുള്ള. ഇതാണ് സംഭവം. ഫുഫു, കസാവ ഫുഫു. പേര് കേട്ട് ആരും വ്യാകുലപ്പെടണ്ട. ഇത് നമ്മുടെ കപ്പ പുഴുകേണ്ട ആഫ്രിക്കയിലെ വകയിലൊരു അമ്മാവനായിട്ട് വരുന്നേ. കപ്പ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കും. ഇതുപോലെ. ഇനി സഹായത്തിന് വിളിക്കും. അതിന്റെ എളാപ്പിന്നെയാണിത്. അത് വകയില അമ്മാവനാണെങ്കിൽ ഇത് എളാപ്പിയാണ്. ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ തട്ടി മറിച്ചൊരു പ്ലേറ്റിലേക്ക് ഇടാം. ചൂടാറുന്നതിന് മുന്നേ തിന്നണം. പടി വായിലേക്ക് തിളച്ച പടി തൊള്ളാക്കിട്ട് തിന്നണം. ഒരു വായന്റെ ഇലയൊക്കെ ഇങ്ങനെ വെക്കണം. വായന്റെ ഇലന്റെ പൊട്ടൊക്കെ വെക്കണം. ഇതറിയോ? ഉണ്ടാക്കാൻ അറിയോ? ഇന്ന് ഞാൻ ഇല്ല. നീ വലോലു ദം ദം ദമനി വശക്തകം ദത്തബലി ദത്തം ദം ദത്തബി ദത്തബി ദത്തബലി വശമുശൽ ദത്തബലി സമദ ദത്തബലി വലോലു ദം ദം ദബലി വശക്തകം ദത്തബലി ദത്തബി ദത്തബി ദത്തബലി വലോശുക മിക്സി കടന്നു വലുബലി കടന്നു. ഇതിന്റെ റേസിംഗ് സ്റ്റിയറിംഗ് ഉള്ള മിക്സിയാ. ആക്സിലേറ്റർ ഇവിടുന്ന് മിക്സിക്ക് ആക്സിലേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ ഉള്ള മിക്സാണ് ഞങ്ങളുടെ മിക്സി. നമ്മളെന്താ ഉണ്ടാക്കുന്നത്? സ്ട്രോബെറി ഫൂഫു. സ്ട്രോബെറി ഫൂഫാണ്. നമുക്കിതിവിടെ ക്ഷണിക്കപ്പെടാതെ എത്തിച്ചേർന്ന നോമ്പിന് പ്രത്യേകമായി എത്തിച്ചേർന്ന കുറച്ച് അതികളുടെ പേര് ഒന്നുകൂടി പരിചയപ്പെടുത്തിക്കളി. ഇത് കുറെ ആയി ഇട്ടിട്ട് ഇതൊക്കെ. നൂറ. പേരെന്താണ്? ഇവനോ? സ്ട്രോബെറി നിങ്ങളെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ തിന്നാ നിക്കൂല. അപ്പൊ നമ്മള് കൂടുതൽ സംസാരിക്കാൻ നിൽക്കില്ല. നമ്മളെ ഫുഫുവിനുള്ള മധുരക്കിഴങ്ങ് ഇവിടെ റെഡിയായി. ആഫ്രിക്കൻ ഫുഫു. ഇത് നോർത്ത് അമേരിക്കൻ ഫുഫു ആയിക്കുണ്ടോ? കാരണം ചക്കര കിഴങ്ങാണ് നമ്മൾ ഈ കൂട്ടണേ. ഇത് ഞാൻ ഉണ്ടാക്കിയ സമൂസയാ. ഫുള്ള് കരിഞ്ഞ പോലെ. എണ്ണക്കടി മാറ്റി വെക്കുക. എന്റെ കൺമുന്നിൽ മാറ്റി വെച്ചോ. ആ, എന്റെ കൺമുന്നിൽ മാറ്റി വെച്ചോ. ഞാൻ പുഴുങ്ങിയ എണ്ണല്ലാത്ത കരികളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. എന്താണ് ഉണ്ടാക്കല്ലേ? റെഡി അല്ലേ? അപ്പൊ നോൺ സ്റ്റിക് തവ എടുത്തോ. തവ ഫ്രൈ ആണ്. ഫുഫു തവ ഫ്രൈ. കുറച്ച് എടുത്തേക്കല്ലേ? വലൂലു ദം ദം ദമനി വശക്ഷുകൻ തബ്തബനി. നോൺ സ്റ്റിക് ഉണ്ടോ അമ്മ? നമ്മള് ശ്രദ്ധിക്കേ. മെയിൻ ഡിഷ് റെഡി ആയില്ല. നോമ്പുറക്കാനേക്കണ്. ഇതോ? ഇതിന്റെ പേരെന്താ? ഓ, പുതിയ നമ്മക്ക് ഇന്ന് നമ്മളെ ഫുഫു ഉണ്ടാക്കാൻ വേണ്ടി ഇമ്മച്ചി തന്നിരിക്കുന്നത് ഫൂച്ചുറ. നല്ല ഫ്രഷ്
ഏറ്റവും പുതിയ ചട്ടി. ഇത്ര സപ്പോർട്ട് ചെയ്യണ അമ്മമാര് സ്വപ്നങ്ങളിൽ മാത്രം. നമ്മളെ പോലുള്ള ആൾക്കാർ അടുക്കളയിൽ കയറി ഒന്ന് നല്ല വലിയ ചട്ടി, കമ്പിച്ചണ്ടി അടക്കം ഫിറ്റ് ചെയ്ത്, കമ്പിച്ചണ്ടി ഫ്രീ ആയി വരുന്ന ചട്ടി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത് ഇമ്മച്ചി. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെയല്ല, അന്നോടല്ല, ചട്ടീനോടെ കാരണം നീച്ചു കേട്ട് ഇൻഡയറക്റ്റ്ലി മൂട്ടിൽ ഞാൻ അടിക്കല്ലേ. ഇതെന്താ ചോദിച്ചോ, ഇജുണ്ടാക്കുന്ന സാധനം ഒരു രക്ഷയില്ല. പക്ഷെ ഭയങ്കര ലുക്ക്. ഇതെന്താ ചെയ്യണ്ടേ കേട്ടോ, ലോസ്റ്റ്. ഈ ചട്ടിക്ക് കഴിക്കില്ലേ പ്രശ്നമോ? കഴിക്കണോ? പുതിയതാ. ആര്? ആയിക്കോട്ടെ, ഞാൻ ചട്ടിയില് നാളെ തൊട്ട് ഇവിടെ റഷ് കേട്ടോ. നാളെ തൊട്ട് ഇവിടെ കുക്കിങ്ങിനായിട്ട് ആളെ സ്പോട്ടർ കടയാണ്. കാണാം. ആ സാധനം ഇട്ടിട്ട് വരാം. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഉണ്ടാക്കണോല് വീട്ടിൽ ട്രൈ ചെയ്യണോല് കണ്ടോളി. മധുരക്കിഴങ്ങിന്റെ ഓരോ കഷ്ണങ്ങൾ ഇതിലേക്ക് എടുത്തിട്ടിട്ട് അത് പാടത്തിട്ടാണ്. കുറച്ച് മതി, കുറച്ച് നമുക്ക് പുഴുങ്ങി തിന്നാൻ വെച്ചോളാം. മതി, കുറച്ച് വേണത്. ഒരു ഉണ്ടാക്കിട്ട് ഇതിന് പൊട്ട് തിന്നലാ. ഇതിന്റെ ചിക്കൻ കറി ഇല്ലേ? ആ ചിക്കൻ കറി റെഡി ആയിക്കണ്. ആ ആഴ്ച മാത്രം ഉണ്ടാക്കിയോണ്ട് വലിയ കേടില്ലാതെ അയക്കണേ. ഇവിടെയൊക്കെ ചെറിയ ലൈറ്റാണ്. ഈ ലൈറ്റുകളൊക്കെ മാറ്റണം. വേണ്ട, അത് അടച്ചു വെക്കണ ഇതിൽ പറഞ്ഞിട്ടില്ല. അതാത്ത ഇതാട്ടോ, ഇവിടുന്ന് കേട്ടോ നിമിഷം. ചൂടോടെ അപ്പത്തിന്ന് മേശപ്പുറത്തേക്ക് തട്ടിയിട്ട് കറി കൂട്ടി കഴിക്കുന്ന ഒരു ഐറ്റത്തിന്റെ വീഡിയോ എല്ലാം മുണ്ടല്ലേ ഇത് കോൺസെൻട്രേഷൻ വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കും. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അടുത്ത ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ അവരെയും കൂടി മാറ്റോ? അടുത്ത ആരെയും സഹായത്തിന് കൂടി വിളിച്ചാൽ അത് ഞാനാണത്. ഇതാക്കല്ലേ. അല്ല ഇനിയിപ്പോ ആണോ മിക്സി എവിടെ? അതെടുത്താ നിലത്ത് കിടന്നോ. വേണ്ടേ, നോമ്പ് തുറക്കുമ്പോഴത്തേന് മെയിൻ ഡിഷ് റെഡി ആയില്ലെങ്കിൽ ആ പിന്നെ അതിന്റെ വാനക്കേട് പേര് ജീവിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ ഫൂഫുവിന്റെ ഇതെന്ത് ചെയ്യാ, മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ. മതിച്ചോ? അത് മതി. ആയി അല്ല ഇത് ഇതാണെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അല്ല എന്തോ ഓഫാകത്ത് വിട്, ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. ഉമ്മച്ചിന്റെ ഭാഗ്യം, ഉമ്മച്ചിന്റെ ഭാഗ്യം. അല്ല ഇതിന് ലോക്കൊന്നുമില്ല. എന്താ പുതിയതാ? ലോക്കില്ല, അത് വെള്ളം ഒഴിച്ചണേ. ആ ചേച്ചി കുറച്ച് വെള്ളം ഒഴിക്കാൻ പറ്റുമോ ഒഴിക്കാൻ വന്നു. കട്ടൻ ചോദിച്ചാലോ? അത് പറഞ്ഞോണ്ട് ഉണ്ടാക്കി പരിചയമുള്ള ചെക്കല്ല ഇവിടെ ഉള്ളത്. അന്നൊക്കെ പ്രതീക്ഷ അന്ന പറഞ്ഞു. ഓ വെള്ളം എടുക്കാൻ എല്ലാവരും പോയി കണ്ട് പിന്നെ വെള്ളമല്ല. നമ്മളെന്നെ എടുക്കാം. നൂറ എത്ര വണ്ടി പറഞ്ഞ? ഇതെന്താ മധുരക്കിഴങ്ങ് ജ്യൂസാ? ഫുൾ ഒഴിക്കാൻ കുറച്ച് പഞ്ചസാര. ഇതല്ല തടപ്പ്, ഇതല്ല ഇതിന്റെ അടപ്പ്. മധുരക്കിഴങ്ങ് ജ്യൂസ് ആക്കല്ലേ? അപ്പൊ ഉഷാറായി. ആ ഇതന്നെ സാധനം. ആ വിടു വിടു വിടു, അത് അളക്കണം.
അത് മതിയോ? അത് മതി അരിഞ്ഞിക്കണേ. ഇതല്ല കേട്ടോ ഇതിടുക. പിന്നെ ആ ചട്ടിക്ക് എന്താ നോൺ സ്റ്റിക്കാണ്. ഇതൊക്കെ മരമല്ല ഉപയോഗിക്കുക. അല്ല അതുകൊണ്ട് മാന്തിക്കളാ. കട്ടിയുണ്ടോ? അത് മാന്തി ആ തിക്നെസ് കണ്ടോ? ആ ഫ്ലേവർ മണം കിട്ടുന്നുണ്ടോ? തിന്നുമ്പോ തിരക്കരുത് കേട്ടോ. അതൊക്കെ നിലത്തൊക്കെ നോമ്പ് തുറക്കുമ്പോ എല്ലാരും കൂടി തിരക്കാതെ നിൽക്കുക. ഇത് കൈകൊണ്ട് എടുക്കാൻ പറ്റുമോ? തന്നില്ലപ്പോ അതുകൊണ്ട് കിട്ടണില്ല. വലിയ പേരൊക്കെ ഉണ്ടെന്നുള്ള എനിക്ക് സാധനം പോരുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് കണ്ടിക്കുമ്പോ മാറിക്ക്. അപ്പൊ ഇത് നമുക്ക് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കാണട്ടോ. നമ്മൾ റെഡി ആക്കിയ ചക്കരക്കിഴങ്ങ് ഫൂഫു, നമ്മുടെ എല്ലാവരും കഴിക്കാൻ കൊതിച്ചെടുക്കുന്ന കസാവ ഫൂഫു അതിന്റെ അവസാന ലാപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനാണ് നമ്മളോട് ആര് പറഞ്ഞത്? യൂട്യൂബ് താത്ത പറഞ്ഞിരിക്കുന്നത്. നല്ല മണമുണ്ട്. നോമ്പറിയോ? ഇല്ല, എനിക്ക് മൂക്കടപ്പ, അപ്പൊ മണം കിട്ടിയില്ല ശരിക്കും. ഇടയെ കുടുങ്ങി. അപ്പൊ നോമ്പ് ഇങ്ങനെ പോയി. അതിന്റെ അടിഭാഗം ഫൂഫൂക്ക് ഇനി ഇത്ര മതി. ദംഷ അതൊന്ന് കാണിച്ചു കൊടുത്ത. ദംഷ ഇത് ജെല്ലിയാവും. അതെന്താ? സുഹൃത്തുക്കളെ, ഇതൊരു അരമണിക്കൂറോളം വയറ്റേണ്ട താമസമുള്ളതിനാൽ നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റുള്ള വിഭവങ്ങളൊക്കെ ഒരു ഇത് കാണിച്ചു തരും. ഈ വിഭവം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റിംഗ് സെഷൻ വരാൻ പോകുന്നത് നമ്മുടെ അടുത്ത വ്ളോഗിലാണ്. നോമ്പുതുറ വ്ളോഗിലാണ് ടേസ്റ്റിംഗ് സെഷൻ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്ളോഗ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ഫില്ലിംഗ് എത്തിയതിനു ശേഷം നമ്മൾ ഇപ്പച്ചിക്കാണ് ഇത് കൊടുക്കാൻ പോണത്. ഇപ്പച്ചിക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാം ഇപ്പച്ചിക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തിട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മളിത് വയറ്റി ഇതിൻ്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വ്ളോഗിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പം നമ്മളെ ഫൂഫു വ്ളോഗ് ഇതുവരെ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞ കുടിക്ക് പോവുക. അപ്പം ഇമ്മച്ചി പറയുന്നത് നോമ്പുള്ളോലെന്നെ ഒരു പൊട്ട ആൾക്കാരെ നോക്കാണ്ട് നോമ്പില്ലാത്തവരെ കൂടി തീറ്റാനുള്ള ഒരു നേരം വെച്ചിട്ടില്ലെന്ന്. ലോ ഫ്ലെയിം ഇപ്പൊ ആകെ ഹൈ ഫ്ലെയിം ആയിനി. അപ്പം ഫൂഫു എങ്ങനെയുണ്ട്? ഫൂഫു എത്രത്തോളം അടിപൊളിയായി? ഇതിക്ക് ഇങ്ങനെ നല്ല ഇതിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി സാധനങ്ങളൊക്കെ ഇതിന്റെ മേലെ കൂടെ വരാനുള്ളതാണ്. അപ്പൊ എന്താ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വേണം. എല്ലാം ഒരാളെ പോലെ സിഗ്നേച്ചർ ഉണ്ടാക്കുക. നമ്മളതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ഡിഷിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി അരമണിക്കൂറോളം ഇളക്കിയിട്ട് നോമ്പ് തുറവി വ്ളോഗിൽ എങ്ങനെയുണ്ട് ഫൂഫു എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നതാണ്. അല്ല, ഓലും ഇവിടെ നോക്കിക്കോട്ടെ. അപ്പം നമുക്ക് എന്തായാലും ഫൂഫു ടേസ്റ്റിംഗ് സെഷനിൽ വെച്ചിട്ട് അടുത്ത വ്ളോഗിൽ വെച്ചിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബാക്കി കാണാൻ മറക്കല്ലേ. ഇപ്പച്ചി വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റിംഗ് സെഷനിൽ നമ്മൾ ഇപ്പച്ചിക്കാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പം കാണാം.